നമ്മുടെ ബിരിയാണി ഇവിടെ മൈദൊക്കെ വെച്ച് ഒട്ടിച്ച് ദമ്മൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര ടൈം എടുക്കും ചിഞ്ചു തിന്നാവാൻ? ഡക്കർ വേറെ ഔട്ട്ഫിറ്റ് വെള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ദാസേട്ടന്റെ റോള് രംഗണ്ണൻ സ്റ്റൈല് വെള്ള ചെരുപ്പ് ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് കയ്യുമ്പോ സ്വർണ്ണ വാച്ചും ആകെ വിഷയം. ഓക്കെ തീരുമാനമായി. നിനക്ക് എന്താ കുട്ടീനെ എടുക്കാൻ പോലും അറിയില്ല പൊന്നാരാശിക്ക് നിനക്ക്. ചിഞ്ചുവും ഉമ്മയും ആലിംഗനം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. പെരുന്നാളിന്റെ ആലിംഗനം നടത്തുകയാണ്. ആണോ? അടിപൊളി. എന്നാലും ഒന്നും കൂടെ കൊടുക്ക്. ഇപ്പൊ ഹിന്ദിയിലാർക്കും ഈദ് മുബാറക്ക് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഈദ് മുബാറക്ക് ഒന്നും കൊടുക്കണ്ട, തിന്നാൻ വന്നിരുന്നില്ല ആദ്യം തന്നെ. നല്ല അടിപൊളിയും പത്തിരിയും ബീഫുണ്ട്. ബീഫ് എവിടെ? ആ ബീഫ് പത്തിരി ബീഫും ആരുണ്ടാക്കിയത്? ബസ് ചെയ്ത് ഒരു സാധനം ബസ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് മടിച്ച്. ബസ് ഫുള്ള് മോളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കായിരുന്നു. ഇത് ബീഫും അല്ല ഉണ്ടാക്കിയത്? ഇന്ന് ഉമ്മയുടെ സ്പെഷ്യലാണ് ബീഫും പത്തിരി. അക്കുറിന്റെ സ്പെഷ്യൽ എന്താ? അയ്യോ അക്കുറ് വയ്യൊന്നാ അത് പാവം. പാത്രം കഴിക്കണ അക്കുറ്, പാത്രം കഴിക്കണ സംഭവങ്ങളൊക്കെ അക്കുറ് ഏറ്റെടുത്ത്. ഈദ് മുബാറക്ക് വിഷ് ചെയ്യുന്ന ഉപ്പയും ഫസിയും. ഇത് ഉമ്മാനേറ്റ് ഈദ് മുബാറക്ക് ഫസിയുടെ. അപ്പോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിഞ്ചു ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി? തലശ്ശേരി ബിരിയാണിയാണോ? ചിക്കൻ പച്ചക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. ചിക്കനൊക്കെ ഫുൾ മസാല ഒക്കെ തേച്ച് നമ്മൾ ചട്ടിയിലിട്ടിട്ട് പിന്നെ നമ്മൾ റൈസ് കൊണ്ട് ടോപ്പ് ചെയ്യണം. പിന്നെ അതിലോട്ട് ഇടാനുള്ള പുതിന, മറ്റേ ഉള്ളി വറുത്തത് പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ബിരിയാണിയുടെ പ്രിപ്പറേഷനൊക്കെ ചിഞ്ചുവാണ് നോക്കിയിട്ടുള്ളതെന്ന്. എന്തായാലും നല്ല സൂപ്പർ ബിരിയാണിയാവും. പെരുന്നാളാകുമ്പോ ബിരിയാണി ഒരു പ്രത്യേക, പെരുന്നാളിന്റെ ബിരിയാണി ഒരു പ്രത്യേക വികാരമല്ലേ ചിഞ്ചു? പെരുന്നാളിന് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് വേറെ വികാരമാണ്. ബാക്കിയുള്ള ദിവസം നമ്മൾ ബിരിയാണി വെക്കണ പോലെയല്ല. പെരുന്നാളിന്റെ ബിരിയാണി വേറെ ലെവലായിരിക്കും. അതെ, ആ ഒരു കൂക്കും ലഹളയും ഒച്ചയും വിളിയും ഒരു വൈബ് തന്നെയാണ് പെരുന്നാളിന്റെ ബിരിയാണിയൊക്കെ. എന്തായാലും ചിഞ്ചു എന്റെ പരിപാടികളിലൂടെ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആഷിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആഷിക്ക് ചായ കുടിച്ചടാ? എന്തായിരുന്നു വീട്ടിൽ സ്പെഷ്യൽ ആഷിക്ക്? വീട്ടില് ചില്ലി ചിക്കനും പത്തിരി. കാലത്ത് തന്നെ എന്താ വെച്ചാൽ ചൈനീസ് റെസ്റ്റോറന്റ് വീട് കാലത്ത് തന്നെ ചില്ലി ചിക്കനും പത്തിരിന്ന് കേക്കണ്ടാ? നീ ഇവിടെ ഒന്നും ഉണ്ടാക്കി തരാണ്ടിരുന്നോ? ഇവിടെ നമുക്ക് ബീഫും പത്തിരിയാണ് ആഷിക്ക്. എന്നിട്ടൊന്ന് ഇത് പെരുന്നാളിന്റെ സ്പെഷ്യൽ വീട്ടില് ചിക്കൻ ബിരിയാണി ബീഫ് കൊണ്ടോട്ടോ. ആകെ സ്പെഷ്യലിന്റെ കളി ആകെ അല്ലേ, ഫുള്ള് സ്പെഷ്യല്. ഒരു പണിയെടുക്കാണ്ട് പത്തി അടിച്ചു വീട്ടിൽ. ഉമ്മ ചായ കുടിക്കാൻ വരില്ല? ഇത് ഉമ്മ ഇവിടെ മാമാക്ക് കോൾ ചെയ്തോണ്ടിരിക്കുന്നത്. ആഷിക്ക് പിന്നെ സുബൈക്ക് തന്നെ ചായ കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കണത്. ഞങ്ങള് തിന്ന നോക്കി വെള്ളർക്കാൻ വന്നിരിക്കുന്നുണ്ട്. വീട്ടിൽ പോക്കൂടെ ആഷിക്ക്? അപ്പൊ അങ്ങനെ ബിരിയാണിയുടെ മേലെ ഗാർണിഷിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ബിരിയാണി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ക്ലോസ് ചെയ്യിച്ചു എന്നിട്ട് വേണം ചായ കുടിക്കാൻ. ചായ കുടിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ. അത് ബീഫും പത്തിരിയും വെച്ചിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ സെറ്റായി. ഇവിടെ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വൈകിട്ടത്തേക്കുള്ളതാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ചിഞ്ചു മൈദ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. വേഗം ആയിക്കോട്ടെ, പണികൾ വേഗം തീർക്കൂ ചിഞ്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ മൈദൊക്കെ വെച്ച് ഒട്ടിച്ച് ദമ്മൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര ടൈം എടുക്കും ചിഞ്ചു തിന്നാവാൻ? ഇപ്പൊ ഏകദേശം ഒരു 11 മണിയായി. എന്തായാലും ഒരു 1.5 മണിക്കുള്ളിൽ ഇത് അകത്തോട്ട് കയറ്റാൻ പറ്റുമോ? അപ്പൊ അകത്തോട്ട് കയറ്റാൻ പറ്റുന്ന ചിഞ്ചു പറയണേ. അപ്പൊ പരിപാടികളെല്ലാം കഴിഞ്ഞുണ്ട്. അപ്പൊ ഇനി കമോൺ പോയി ചായ കുടിക്കാം. വരൂ ചിഞ്ചു. എന്റെ മോള് പുറത്തുനിന്ന് ആരും വന്നാലും കരയിലാണ്. അപ്പൊ ആശിക്ക് എടുത്ത കരയൊന്നും നോക്കട്ടെ. കൊടുക്ക് നോക്കട്ടെ. കാണുന്നെ വേണ്ടെന്നാ പറയണ കുട്ടി നിന്നെ. ഓക്കെ തീരുമാനമായി. നിനക്ക് എന്താ കുട്ടീനെ എടുക്കാൻ പോലും അറിയില്ല പൊന്നാരാശിക്ക് നിനക്ക്. നമ്മളെ അതില് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സല്ലേ? നല്ല പിങ്ക് ടോപ്പും നീല പാന്റും അടിപൊളി സൂപ്പർ. ഉറങ്ങി എണീറ്റിട്ടുള്ള അപ്പൊ അതിന്റെ ഒരു ക്ഷീണ മുഖത്ത് കാണാണ്ട് അല്ലേ പൊന്നാ? റെഡി ഫസീനെ കണ്ടിട്ട് കരയണ്. എന്താ പൊന്നാ? എന്താ ചാടിച്ച? അപ്പൊ ഗൈസ് നമ്മുടെ ബിരിയാണി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാൻ പോണ നമ്മള്. എന്താ ഉണ്ടാവും ചിഞ്ചു? എന്തൊരു ചിരി. കയ്യിന്ന് പോവോ? ദമ്മ് പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താ സ്ഥിതി നമുക്ക് തുറന്നു നോക്കാം. ഓ
വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട് ചിഞ്ചോ. മേലെ ആവിയൊക്കെ വന്ന നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി തിന്നു നോക്കിയാലേ അറിയുള്ളോ. അരി കഞ്ഞിയായിട്ടില്ല എന്തായാലും. അരി ഒന്നും കഞ്ഞിയായ പോലെ ഇല്ല കാണുമ്പോ. നല്ല രസമൊക്കെ ഉണ്ട് അല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് കാണാൻ? മുകളിൽ കാണാൻ എങ്ങനെയുണ്ട്? ഇനി ബാക്കി ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ നമുക്ക്. കമൺ ചിഞ്ചോ, ലെറ്റ്സ് ഡു ഇറ്റ്. അയ്യവാ, അരിയൊക്കെ നല്ല പയറുമണി പോലെ ഉണ്ട്. ഒരു ചിഞ്ചു കൈവച്ച ബിരിയാണി പയറുമണി പോലെ ആവും. കൊള്ളാം 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 ചിഞ്ചു, കൊള്ളാം. ഇനി നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. അപ്പൊ നമ്മള് റൈസൊക്കെ നമ്മുടെ ദമ്മ് പൊട്ടിച്ച പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തേക്ക് മാറ്റാണ്. മസാല അടിയിലാണല്ലോ ചിഞ്ചു, ഫുൾ മസാല അടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റൈസ് ഫുൾ ആദ്യം മാറ്റുകയാണ് നമ്മള്. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ ചിഞ്ചു ഒരു ട്രേക്ക് മാറ്റണം കേട്ടാ. റൈസും മസാലയും സെപ്പറേറ്റ് ആക്കാണ്. എന്നിട്ട് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യും അല്ലേ ചിഞ്ചു? മസാല ഉള്ള ചോറ് വേറെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ട്രേക്ക് മാറ്റണം ചിഞ്ചു. എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിഞ്ചു. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ ചിഞ്ചു ചെയ്യും എന്നാണ് ചിഞ്ചു പറയണത്. മസാലയൊക്കെ കാണാൻ രസമുണ്ട്. എന്ന് ചിഞ്ചു ഇവിടെ നമ്മള് കോഴിക്കോട് സ്റ്റൈലുള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇറച്ചി വേവിക്കാതെ അല്ലേ, അങ്ങനല്ലേ? പച്ച ഇറച്ചിട്ടിട്ട് അതിന്റെ മേലെ റൈസ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വതവേ നമ്മൾ അങ്ങനെയല്ല ചെയ്യല്. ഒന്നല്ലെങ്കിൽ ഇറച്ചി വേവിച്ചിട്ട് അല്ലെങ്കിൽ പൊരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പണിയാണ്. പക്ഷെ ഇതാണ് എളുപ്പം അല്ലേ? അതെ, പച്ചക്ക് ചിക്കൻ ഇട്ടിട്ട് മസാല അടിച്ച് ചെയ്യുന്നത് ആണ് എളുപ്പം എന്നാണ് ചിഞ്ചു പറയുന്നത്. ഇതാണ് ടേസ്റ്റ് എന്നാണ് ചിഞ്ചു പറയുന്നത്. ടേസ്റ്റ് ഒക്കെ നമുക്ക് കഴിച്ചു നോക്കിട്ട് പറയാം. വളരെ സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചിഞ്ചു പറയുന്നത്. നമുക്കൊന്നും മനസ്സിലാവില്ല, നമുക്ക് തിന്നാൻ മാത്രം അറിയാം. ജ്യൂസി ആയിട്ട് ഇരിക്കും അത്ര. നോക്കാം നമുക്ക് ജ്യൂസി ആണല്ലേ എന്നൊക്കെ. ഓക്കെ, കണ്ടറിയാം. അപ്പൊ നമ്മുടെ പെരുന്നാളിന്റെ ഫുഡൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ബിരിയാണി, അതേപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടം, പിന്നെ എന്താണ് ഇഞ്ചും പുളി, അച്ചാറ്, തൈര്, എല്ലാതും എത്തിയിട്ടുണ്ട്. ഉമ്മക്ക് സ്പെഷ്യൽ ബീഫ് ബിരിയാണി കേട്ടോ. ഉമ്മ ചിക്കൻ കഴിക്കൂല. ഞാൻ എപ്പോഴും ബ്ലോഗിൽ പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ഉമ്മ ബീഫ് ബിരിയാണി? എങ്ങനെയുണ്ട്? നന്നായിട്ടാ? ടേസ്റ്റ് ഉണ്ട്? അടിപൊളി. വെറുതെ പറയണേ. ഇതിവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തോ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരാള്. ഫസ്റ്റ് ബിരിയാണി കഴിച്ചില്ലേ? ഇന്ന് ചിഞ്ചുവിന്റെ സ്പെഷ്യൽ ബിരിയാണി കേട്ടാ. കഴിച്ചിട്ട് അഭിപ്രായം പറയോ ഫസി? അക്കുറു ഏകദേശം ഒരു കഴിച്ചൊരു മൂലക്ക് എത്തിയില്ല. അക്കുറിന് ചോദിക്കാം, അതോ അത്ര വയ്യ. ടേസ്റ്റ് ഉണ്ടല്ലേ? കൊള്ളാം. ഞാൻ കഴിച്ചു നോക്കിയില്ല, ഞാൻ കഴിക്കാൻ പോകണല്ലോ. ചിഞ്ചു ഇവിടെ സെർവിങ് നടത്തുന്നുണ്ട്. എല്ലാവരും കഴിക്കട്ടെ, ഉഷാറായിട്ട് കഴിക്കും. പെരുന്നാള് ഫുഡാണ് പെരുന്നാളിന്റെ ഒരു പകുതി. ബാക്കി പകുതി ഉറക്കം, പിന്നെ ഒരു കാൽഭാഗമാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാല് അതാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ നമ്മളൊക്കെ പെരുന്നാൾ സത്യം പറഞ്ഞ ഫുഡ് ഉറക്കാണ്. നമ്മുടെ മറിയം മോളുടെയും ഫസിയുടെയും പെരുന്നാളിന്റെ ഔട്ട്ഫിറ്റ് ആണിത്. അടിപൊളി ഡ്രസ്സായിട്ടാണ് രണ്ടാളും വന്നിട്ടുള്ളത്. സൂപ്പർ. ഒരേ കളർ, ഒരേപോലത്തെ കളറൊക്കെ ഇട്ടുണ്ട്. മറിയം മോള് തലയിൽ എന്താണ് തലയില്? മൊയൽ ലുക്കാണോ? അത് മൊയൽ ലുക്കാണോ? മൊയലിന്റെ ഔട്ട്ഫിറ്റാ തലയില്? അടിപൊളി. ഈ ഡ്രസ് ആരാണ് എടുത്തു കൊടുത്തത് ഫസി? ഇത് ഉമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. ഈ മറിയം ഇട്ടിട്ടുള്ളത് ഉപ്പ എടുത്തു കൊടുത്ത ഡ്രസ്സാണ്. അടിപൊളി, സൂപ്പർ ഔട്ട്ഫിറ്റ് ഫ്രം മൈ ഫാദർ. ഈ മേത്ത് കിടക്കുന്ന ഔട്ട്ഫിറ്റ് ആരെടുത്തെന്നാണ്? ഫസിയുടെ. അത് ഞാൻ എടുത്തു കൊടുത്ത ഔട്ട്ഫിറ്റ് ആണ്. അടിപൊളി. ഇവിടെ ഉമ്മ നിക്കുന്നുണ്ട്. അയ്യോ തട്ടടു. ഇത് എവിടുന്ന് എടുത്ത ഔട്ട്ഫിറ്റ് ആണ്? ഇത് അടുക്കള ഔട്ട്ഫിറ്റ് ആണല്ലോ. ഇത് കിച്ചൺ ഔട്ട്ഫിറ്റ് ആണല്ലോ. മാക്സി നന്നായിണ്ട്. അപ്പൊ അതിന് ചേർന്നൊരു കളറും. അടിപൊളി. ഉമ്മ തടിച്ചെന്ന് അല്ലേ? എന്താവുന്നാ വീട്ടിൽ ഇരുന്ന് അടിച്ചു കയറ്റിട്ട്? എന്താവുന്നാ എക്സസൈസ് ഒക്കെ ചെയ്യും. കാലത്തെ ജോഗിങ്ങിന് ജോഗിങ് കുറച്ച് ദിവസമായിട്ട് പോലില്ലാന്ന്. വീട്ടിൽ ഇരുന്ന് അടിച്ചു കയറ്റിയാണ്. എന്നിട്ട് ജോഗിങ്ങിന് പോലുണ്ട്. നോണ പറയരുത്. അപ്പോ ഗൈസ്, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അത് പെരുന്നാളിന്റെ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ? നമുക്ക് കുറച്ചല്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോർട്സ് ഒക്കെ ഇടലുണ്ട്. പക്ഷെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു തിരക്കുകളിൽ പെട്ടുപോയി. വീട്ടിലത്തെ കുറച്ച് പരിപാടികളും പിന്നെ പുറത്തത്തെ പരിപാടികളും ഒക്കെ കൂടെ തിരക്കിൽ പെട്ടു. പിന്നെ ഫസി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫസി അവളുടെ വീട്ടിലിരുന്ന്. എന്തുകൊണ്ടായിരുന്നു താങ്കൾ അവിടെ പോയി നിന്നിരുന്നത്? ഫസിയുടെ ഉമ്മയിപ്പം ഹജ്ജിന് പോയിരുന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പരിപാടികളായിട്ട് ഫസി അവിടെ തന്നെ ആയിരുന്നു. ഏകദേശം എത്ര നാൾ അവിടെ നിന്ന്?
3 ആഴ്ച അവിടെ തന്നെ ആയിരുന്നു വന്നിട്ടുള്ള പെരുന്നാളിന്. എന്നിട്ട് പറയാ വന്ന പാടെ അങ്ങോട്ട് തന്നെ പോണെന്ന്. മുണ്ടിരുത്തി. അപ്പൊ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബസ്സിയുടെ ഉമ്മയപ്പയും ഹജ്ജിനൊക്കെ പോയി. അവർക്ക് സുഖല്ലേ? അവര് സുഖമായിരിക്കണ്. ഹജ്ജിന് പോകേണ്ട വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഉമ്മയപ്പയും അല്ല ഉപ്പ പ്രത്യേകം പറഞ്ഞു ഈ വീഡിയോ ഒന്നും എടുക്കണ്ട കേട്ടോ, വിഷയാവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളായിട്ട് അതൊരു വിഷയമാക്കണ്ടെന്ന് കരുതി ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പൊ ഞങ്ങള് പെരുന്നാളിന്റെ കാലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ്, കാലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട്. ഉച്ചക്ക് ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദ വിവരങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ചിഞ്ചു പുതിയ ഔട്ട്ഫിറ്റ് ആയി വന്നിട്ടുണ്ട്. ചിഞ്ചു ഇത് ആരെടുത്ത ഔട്ട്ഫിറ്റ് ആണ് ചിഞ്ചു? പച്ചക്കറിയോ? ഇത് എവിടുന്ന് എടുത്താണത്? ഇത് അക്കുറിന് പുതിയ ഡ്രസ് ആരാണ് പൈസല് കൊടുത്തയച്ചതാ. ആളിയൻ കൊടുത്തയച്ച ഡ്രസ് അത്ര എടുക്കാത്ത ഡ്രസ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവൾക്ക് അത്യാവശ്യം ഡ്രസ് വേറെ ഉണ്ട്. ഓ, അതായത് അക്കുറിന്റെ ഡ്രസ് ആണ്ടി എന്നിട്ട് അത് ഇട്ടേക്കാണ്. അക്കുറൂടെ വേറെ ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ട്. എന്താ അക്കുറ കയ്യില് പണയം വെക്കാൻ പോവാണോ? പൈസ ഇല്ലാത്തോണ്ട് അക്കുറു സ്വർണ്ണമാല കയറ്റി വന്നേക്കണ് ഫോട്ടോഷൂട്ടിന്. ഇരുന്ന രംഗണ്ണനാ. ഗോൾഡൊക്കെ ആയിട്ട് വന്നേക്കണ ഇവിടെ. ഗോൾഡൊക്കെ ഇട്ടിട്ട് അക്കുറു വേറെ ഔട്ട്ഫിറ്റ് വെള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ദാസേട്ടന്റെ റോള്. രംഗണ്ണൻ സ്റ്റൈല് വെള്ള ചെരുപ്പ് ഗോൾഡൊക്കെ ഇട്ടിട്ട് കയ്യുമ്മ സ്വർണ്ണ വാച്ചും ആകെ വിഷയം. അപ്പൊ എല്ലാരും ഫോട്ടോഷൂട്ടിന് എത്തിയിട്ടുണ്ട്. എല്ലാരും അവരുടേതായ ഔട്ട്ഫിറ്റുകൾ ഇട്ട് ഫോട്ടോഷൂട്ടിനൊടുവിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. അങ്ങനെ ഗൈസ്, ഫോട്ടോഷൂട്ടിന്റെ അവസാന ഘട്ടത്തിൽ സാദാണ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. സാദ്, താങ്കൾക്ക് തോന്നിയത് ഈ ഫോട്ടോഷൂട്ടിനെ കുറിച്ച്? കുറച്ചും കൂടി നേരത്തെ വരേണ്ടിരുന്ന പറയാം. സാദിന്റെ ഔട്ട്ഫിറ്റ് കണ്ടിരുന്നത് ഇതാണോ പെരുന്നാളിന്റെ ഔട്ട്ഫിറ്റ്? ഇതെന്താ ഒരു മൊത്തത്തിൽ കരിഞ്ഞ ഔട്ട്ഫിറ്റ്? കറുപ്പൊക്കെ ഇട്ടിട്ട് ദുഃഖാചരണാണോ പെരുന്നാളായിട്ട്? എന്ത് സാധേ, ഒരു സന്തോഷമില്ലല്ലോ. എന്താണ് അവസ്ഥ സാധേ? എന്റെ ഹാർമോണിയം എവിടാ? എന്റെ പ്രാക്ടീസ് ചെയ്യണ ഹാർമോണിയം എവിടാ? മര്യാദക്ക് എന്റെ ഹാർമോണിയം കൊണ്ടുവരാ. ഇവിടുന്ന് ഹാർമോണിയം എന്ത് പരിപാടിക്കണ്ട കൊണ്ടുപോയത്? പഠിക്കാൻ കൊണ്ടുപോയത് അത്ര. എന്നിട്ട് അവന് പഠിക്കണമില്ല, ഇവിടെ കൊണ്ടുവരണമില്ല, അവനവിടെ കൊണ്ടുവച്ചേക്കാണ്. ചെക്കൻ സ്പോട്ടിൽ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് തന്നിട്ട് ഫുൾ സെറ്റപ്പ് ആക്കി തന്നിട്ടാ. സാധിനല്ലെങ്കിലും ടെക്നിക്കൽ വൈസ് സാധ് പുലിയാണ്. പണ്ട് ഞങ്ങളെ കൂട്ടത്തില് സയന്റിസ്റ്റ് എന്നാണ് ഞങ്ങൾ സാധിനെ വിളിക്കല്. സയന്റിസ്റ്റ് എന്ന് വിളിച്ചതിന് പിണങ്ങിണ്ട് സാധ്. പിന്നെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് റൂമിൽ കയറി കുത്തിരിക്കൂ, പുറത്തേക്ക് ഇറങ്ങൂല. പുലിയായിരുന്നു ചക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പെരുന്നാളിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ ഫുഡ് അടികൾ, പള്ളിപ്പോക്ക് പരിപാടിയൊക്കെ മോർണിംഗ് തന്നെ തീർത്ത് നമ്മൾ അപ്പം തുടങ്ങിയതാണ്. അപ്പൊ പള്ളി പോണ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇന്ന് കുറച്ച് തിരക്കി വിട്ടു. അതിനുശേഷം വന്ന് ഫുഡ് ഉണ്ടാക്കണ പരിപാടികളൊക്കെ നമ്മൾ എടുത്തില്ല, അതൊക്കെ എടുത്തു. പിന്നെ നമുക്ക് ഉച്ചക്ക് ഫോട്ടോഷൂട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് അടിച്ച് മയങ്ങിപ്പോയി. ചിക്കൻ ബിരിയാണി അടിച്ച്, ഇന്ത്യൻ്റെ ബിരിയാണി അടിച്ചോടുകൂടി മറ്റേ വെടി വഴിപാട് കഴിഞ്ഞ പോലെ ആയി. എല്ലാവരും കൂടി കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ, ഫോട്ടോഷൂട്ടിന് അവസാനം ഘട്ടത്തിൽ സാദ് എത്തി നമ്മളെ സഹായിച്ചു. സാദ്, എന്താണ് താങ്കൾക്ക് ഈ പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. പിന്നെ സാദ് വാപ്പ ഹോസ്പിറ്റലിലാണ് സാദിന്റെ. എങ്ങനെ സാദ് എന്താ ഇപ്പൊ? കുഴപ്പമില്ല, ചെറിയൊരു കാലുമേ എന്താ ചെറിയ ഇൻഫെക്ഷൻ ആയിട്ട് സാദിന്റെ വാപ്പാക്ക് പെരുന്നാൾ കൂടാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഡസ്റ്റ്ബിലാണ് ചെക്കൻ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇതില് ബാക്കി പരിപാടികളൊക്കെ അല്ലേ. ഫോട്ടോഷൂട്ട് ഞങ്ങളും ക്ലബിന്റെ അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ തീർത്തു. പിന്നെ വൈകിട്ട് ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ വീട്ടിലും ചെറിയ ഫോട്ടോ എടുക്കൽ പരിപാടികൾ. ബാക്കിൽ ഫുൾ ടീംസ് ഉണ്ട്, എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോ പരിപാടികളൊക്കെ എടുത്ത്. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങൾ സനുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സനുവാണ് ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്തിരുന്നത്. ലാസ്റ്റ് ക്ലിപ്പ് ഞാൻ എടുത്തരാറുണ്ട്, സനു ഏറ്റെടുത്ത് ചെയ്യണം. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും സാധ്യത പറയാനുണ്ടോ? പോളായിരിക്കുന്നോണ്ട് സംസാരിക്കാൻ പറ്റില്ല, ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മളെല്ലാരും ഒന്നിച്ച് വിഷയം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഈദ് മുബാറക്.